ചോദിക്കുന്നത് PV അൻവറിന് ഇനി എന്ത് UDF-ൽ ഇടം? ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവുമായി കൂടുതൽ അടുത്തല്ലോ PV അൻവർ. അങ്ങനെയെങ്കിൽ അൻവറിനെ പരിഗണിക്കുമ്പോൾ എവിടെയെന്ന ചോദ്യമുണ്ട്. അവിടെ ഒരു സാധ്യതയായി അവശേഷിച്ച ഇടം തിരുവമ്പാടിയാണ്. അൻവർ അതിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ലീഗ് നടത്തുന്ന ആലോചനകളിൽ ലീഗിൻ്റെ മനസ്സിൽ അൻവറിന് സീറ്റ് വിട്ടു നൽകുക എന്നൊരു സാധ്യതയെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? മറിച്ച് കോൺഗ്രസിന് സീറ്റ് നൽകി കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് ഏറ്റെടുക്കുക എന്നതിലേക്ക് മാത്രമാണോ ലീഗിൻ്റെ ഈ ആലോചനകൾക്ക് പിന്നിലുള്ളത്? ലീഗിനെ സംബന്ധിച്ച് PV അൻവർ എപ്പോഴും സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ ഒപ്പം നിർത്തേണ്ട ഒരു വ്യക്തി തന്നെയാണ്. കഴിഞ്ഞ ദിവസം ET മുഹമ്മദ് ബഷീർ പറഞ്ഞതും എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന കാര്യത്തിൽ വ്യക്തത വരണം എന്ന തരത്തിലാണ്. അതായത് UDF-ന്റെ പൊതുനിലപാടിൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം അൻവറിനെ എഴുതി തള്ളരുത് എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഒരുപക്ഷെ ഈ സീറ്റ് ചർച്ചകളാണ് എപ്പോഴും കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDF-ലേക്ക് അൻവറിനെ അടുപ്പിക്കുന്ന തടസ്സമായിട്ടുള്ളത്. പക്ഷേ അവരുടെ കൈവശമുള്ള ഒരു സീറ്റ് പകരം ഒരു സീറ്റ് കിട്ടാതെ അൻവറിന് കൊടുക്കുന്ന കാര്യത്തിൽ ലീഗ് അനുകൂല സമീപനം ഈ സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ആ സീറ്റ് അൻവറിന് സീറ്റ് വിട്ടുകൊടുക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ കൈവശമുള്ള ലീഗ് ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു സീറ്റ് നൽകേണ്ടതായിട്ട് വരും. അത് സംബന്ധിച്ച് കോൺഗ്രസിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടാതെ അൻവറിന് വേണ്ടി ലീഗ് വിട്ടുവീഴ്ച ചെയ്യുമെന്ന് കരുതാനാകില്ല. പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസുമായിട്ട് ഈ ഒരു UDF-ന്റെ സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൽ UDF-ൽ ഒറ്റക്കെട്ടായി പോകേണ്ടതുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അൻവറിൻ്റെ പേരിൽ മാത്രം കോൺഗ്രസിനെ ഭിന്നിപ്പിക്കുവാനോ കോൺഗ്രസിനെ ഉറപ്പിക്കുവാനോ ലീഗ് തയ്യാറാവില്ല. പക്ഷേ ലീഗ് ആ സീറ്റ് വിട്ടുകൊടുക്കും. അത് പകരം ഒരു സീറ്റ് കോൺഗ്രസിൽ നിന്നും കിട്ടുമെന്ന് ഉറപ്പ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമേ അൻവറിന് വേണ്ടി ഈ ഘട്ടത്തിൽ ലീഗ് വിട്ടുവീഴ്ച ചെയ്യൂ എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ശരി, അനീഷ, ഒരു കാര്യം. അനീഷ, ഈ ചർച്ചയിൽ ഉയർന്നു വരുന്ന രസകരമായൊരു പേര് ജോസ് കെ മാണിയുടേതാണ്. കാരണം ജോസ് കെ മാണി താൻ ഇടതുമുന്നണി വിടില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. പക്ഷേ കോൺഗ്രസ് UDF ഇപ്പോഴും കരുതുന്നുണ്ട് ആ സാധ്യത. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയം ജോസ് കെ മാണിക്ക് മറ്റൊരു ചിന്തയ്ക്ക് പ്രേരകമായേക്കാമെന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസിനുണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ തിരുവമ്പാടി എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. അവിടെ ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ ഹോം ടൗണായ പാലാ വിട്ട് തിരുവമ്പാടിയിലേക്ക് വരുമോ എന്ന ഒരു ചോദ്യമുണ്ട്. പാലാ വിട്ട് തിരുവമ്പാടിക്ക് ഒരു കരുതൽ UDF നടത്തേണ്ട യഥാർത്ഥ കാരണം പാലയിൽ ജോസ് കെ മാണി തന്നെ തുടരട്ടെ, പകരം തിരുവമ്പാടി മണ്ഡലം ജോസ് കെ മാണിക്ക്, മാണി സി കാപ്പൻ പാലയിൽ തുടരട്ടെ, പകരം ജോസ് കെ മാണിക്ക് തിരുവമ്പാടി എന്ന ചിന്തയാണ്. അപ്പോൾ ഇതൊരു വലിയ തരത്തിലുള്ള ആലോചനയല്ലേ? ഏതെങ്കിലും തരത്തിൽ കേരള കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഈ ഒരു പ്രപ്പോസലിനോട് അനുകൂല നിലപാടെടുക്കാൻ സാധ്യതയുണ്ടോ മുന്നണി വിടുകയാണെങ്കിൽ തന്നെ? നിലവിൽ ഇത്തരം പാല വിട്ടൊരു കളിക്ക് ജോസ് കെ മാണി തയ്യാറാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം KM മാണിയുടെ ഒരു ലെഗസിയുമായി പാലയിൽ തന്നെ നിൽക്കാനാണ് അദ്ദേഹത്തിന് ഇപ്പോഴത്തെയും താല്പര്യമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജോസ് കെ മാണിക്ക് അല്ലെങ്കിൽ പകരം മറ്റൊരു ജോസ് കെ മാണി വിഭാഗത്തിലെ ആൾക്കായി തങ്ങളിതാ ഒരു സീറ്റ് റിസർവ് ചെയ്ത് കാത്തിരിക്കുന്നു എന്ന ഒരു സന്ദേശം നൽകുക എന്ന ലക്ഷ്യം കൂടി ഇതിലുണ്ട്. നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതൊരു നിർണായകമായ ഘടകമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി CPM ഈ ക്രിസ്ത്യൻ പേരുള്ള സ്ഥാനാർത്ഥികളിലൂടെയാണ് ഈ മണ്ഡലം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. മത്തായി ചാക്ക ആയാലും ജോർജ് തോമസ് ആയാലും ലിൻഡോ ആയാലും ഒക്കെ അവിടെ ഈ ക്രൈസ്തവ വോട്ടുകൾക്കിടയിൽ നല്ല സ്വാധീനം ചെലുത്തുന്നു. ഒരു കൃത്യമായ കേന്ദ്രീകരണം ഈ ക്രൈസ്തവ വോട്ടുകളിലേക്ക് മണ്ഡലത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് വലിയ ഭൂരിപക്ഷം ഈ 10,000-ന് മുകളിലൊന്നും വരുന്നില്ലെങ്കിൽ പോലും 5,000-ൽ താഴെ വോട്ടുകൾക്ക് ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു സുരക്ഷിത മണ്ഡലമായി LDF അത് മാറുന്നുണ്ട്. ഈ മുസ്ലിം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ ഈ കേന്ദ്രീകരണം വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ടാണ് VS ജോയിയെ പോലുള്ള ഒരാൾ വന്നാൽ ഇവിടുത്തെ മത്സരഫലത്തിൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന് അവർ പറയുന്നത്. ഒപ്പം ജോസ് കെ മാണിയെ പോലുള്ള ഒരു കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നാൽ ഒരുപക്ഷെ ഇനിയും കൂടുതൽ ഫലം മെച്ചപ്പെടുത്താൻ കഴിയും. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു മണ്ഡലമായി ഇതിനെ വിലയിരുത്തേണ്ടി വരും. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉപരി ഈ ജോസ് കെ മാണി വിഭാഗത്തിന്റെ സാന്നിധ്യം UDF ഏറ്റവും ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഈ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെയാവും. അതുകൊണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് എങ്ങനെയും ജോസ് കെ മാണി വിഭാഗത്തെ കൂടെ കൂട്ടാൻ കഴിയുമോ എന്നുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇപ്പോഴും UDF-ൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സീറ്റ് തന്നെ ഒഴിച്ചിട്ടൊരു ഓപ്പൺ ചർച്ചയിലേക്ക് തന്നെ ഈ UDF നീങ്ങുന്നത്. കാരണം നമുക്കറിയാം കോട്ടയം ജില്ലയിലെയും ഇടുക്കിയിലെയും ഈ കോഴിക്കോടിന്റെ മലയോര മേഖലകളിലെയും ഒക്കെ ഒരുപാട് ഈ സീറ്റുകളിൽ ചെറുതെങ്കിലുമായ മാറ്റം വരുത്താൻ ജോസ് കെ മാണി വിഭാഗത്തിന് കഴിയും. കാരണം ഈ പാർട്ടിയുടെ ഏറ്റവും താഴെ തട്ടിലെ പ്രവർത്തകർ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ 10-15 വോട്ടുകൾ പോലും ഒരു ബൂത്തിൽ വന്നാൽ അത് വലിയ മാറ്റങ്ങളാവും വരുത്തുക. 1-2 വോട്ടിനൊക്കെയാണ് പലപ്പോഴും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ തോക്കുക. അതുകൊണ്ട് ഈ ജോസ് കെ മാണി വിഭാഗത്തിന്റെ ചെറിയ തരത്തിലുള്ള വോട്ടുകളെങ്കിലും കിട്ടിയാൽ ഒരുപാട് പഞ്ചായത്തുകളത് വലിയ മാറ്റങ്ങൾ വരുത്തും എന്ന്
UDF-ന് തിരിച്ചറിവുണ്ട്. കാരണം കഴിഞ്ഞ തവണയൊക്കെ കോട്ടയം ജില്ലയിലെയും ഇടുക്കിയിലെയും ഒക്കെ പലയിടങ്ങളിലും CPM-ന് കരുത്തായി മാറിയത് ഈ ജോസ് കെ മാണി വിഭാഗത്തിന്റെ ഒരു സാന്നിധ്യം കൂടിയാണ്. അതുകൊണ്ട് ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. തുറന്നിട്ട വാതിലുകളുമായി ചർച്ചകൾ തങ്ങൾ നടത്തുന്നു എന്ന പ്രതീതി ഉയർത്താനാണ് ഇപ്പോൾ UDF-ന്റെ ശ്രമം. അതിനുവേണ്ടിയാണ് വേണമെങ്കിൽ ഒരുപക്ഷെ തിരുവമ്പാടി സീറ്റ് ഒഴിച്ചിടാനുള്ള ഒരു ധാരണ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത്. സജിത്ത്.